ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വേണ്ട ചില പുനഃസംഘടനകളാണ്. അടുത്ത കാലം വരെ പഴയതരം കോഴ്സുകളും പഴയതരം വിഷയങ്ങളും ഒക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ മാറ്റാനുള്ള ചില ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അതൊരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് അത് ജോലിക്കോ മേൽഗതിക്കോ വേണ്ടത്ര പ്രയോജനം ചെയ്യുന്നില്ല എന്നുള്ളൊരു ധാരണ വേണ്ടത്ര ശരിയാണോ എന്നറിയില്ല. വേണ്ടത്ര പഠിച്ചിട്ടുള്ള അതിനെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും പല യുവാക്കളുടെ ഇടയിലും അങ്ങനെ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട്, ഇവിടെ പഠിച്ചുകൊണ്ട് കാര്യമില്ല. അതിന് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം കാരണമാണ്. വിദ്യാഭ്യാസത്തിൻ്റെ ഉള്ളടക്കം മെച്ചപ്പെടുത്താൻ, അതേപോലെ കോഴ്സുകളുടെ ആകർഷണീയത കൂട്ടാൻ വേണ്ട ശ്രമങ്ങൾ നടന്നിട്ടില്ല എന്നുള്ളത് അതൊരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, പുറത്തുള്ള ആൾക്കാർ ഇത് ശരിക്കുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വ്യവസായമായിട്ട് അതിനെ വളർത്തിയെടുക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസത്തെ ഒരു വ്യാപാരമായിട്ട് പല രാജ്യങ്ങളും, കാനഡയൊക്കെ വലിയ തോതിൽ അതൊരു വ്യാപാരമാക്കി മാറ്റുക, അവരുടെ കച്ചവടമാണ്. അപ്പോൾ ആദ്യകാലത്തേക്ക് ഒരു ധാരാളം ആകർഷകമായ പ്രപ്പോസിഷൻസ് പലതും അതിനകത്ത് നിന്ന്, കോഴ്സിൻ്റെ കണ്ടൻറ്റ് മാത്രമല്ല, പഠിക്കുന്നവർക്ക് സ്കോളർഷിപ്പ്, പലതരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ആയിട്ട് ഒരു ആകർഷണീയത അതിനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അത് കുട്ടികളെ ആകർഷിക്കാൻ കാരണമാവുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് കിട്ടേണ്ടത് കിട്ടാതിരിക്കുകയും അവിടെ പലതും കിട്ടുമെന്നൊരു തോന്നലും കൂടി, രണ്ടും കൂടിയുള്ള ഒരു മിക്സപ്പാണ് ഈ പോക്കിൻ്റെ പുറകിലുള്ളത്. ഇനി ഇതുകൊണ്ട് ഗുണം കിട്ടുന്നുണ്ടോ വേണ്ടത്ര എന്നത് നമ്മൾ പഠിച്ചാൽ തന്നെ മനസ്സിലാവുള്ളൂ. ഏതായാലും പുറത്ത് പോകുന്ന ആൾക്കാർക്ക് വേണ്ടത്ര ജോലി കിട്ടുന്നുണ്ടോ, ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ജീവിതം മെച്ചപ്പെടുത്താൻ പറ്റുന്നുണ്ടോ, കാര്യങ്ങളും പഠിക്കേണ്ടതുണ്ട്. അതിൽ നിന്ന് പഠിച്ച ശേഷം നമ്മുടെ കോഴ്സുകളെ ഡെഫിനറ്റായിട്ട് മെച്ചപ്പെടുത്തേണ്ടതുണ്ട്, യാതൊരു സംശയമില്ല. നമ്മുടെ കോഴ്സുകൾ കാലഹരണപ്പെട്ട കോഴ്സുകളാണ് പലതും, അത് മാറ്റിയിട്ടില്ലെങ്കിൽ മേൽഗതി ഉണ്ടാവാൻ പോകുന്നില്ല. പിന്നെ എന്തൊക്കെ റീസ്ട്രക്ചറിങ് നടത്തേണ്ടി വരും. പിന്നെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളുടെ പൊതുവെയുള്ള തൊഴിലില്ലായ്മയും ഈ പ്രശ്നവും തമ്മിൽ എത്രത്തോളം ബന്ധമുണ്ട് എന്നതും നമ്മൾ നോക്കേണ്ടതുണ്ട്. തൊഴിലില്ലായ്മ ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷനൊക്കെ വലിയൊരു ചർച്ചാ വിഷയമായതാണല്ലോ. ഇന്ത്യയിൽ തൊഴിലില്ലായ്മ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അമേരിക്കയിലും തൊഴിലില്ലായ്മ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതേറെ കാര്യം. അപ്പോൾ പൊതുവേ ലോകത്തെ ഈ തൊഴിൽ മേഖലയിൽ ആകെ കൂടി വന്നുകൊണ്ടിരിക്കുന്ന ചില മാറ്റങ്ങളുണ്ട്. പുതിയ സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടുകൂടി പഴയ തൊഴിൽ രീതി ആയിരിക്കില്ല ഇനി വരാൻ പോകുന്ന തൊഴിലിൻ്റെ. പഴയ മട്ടിലായിരിക്കില്ല തൊഴിൽ, പഴയ അത്ര തൊഴിലുണ്ടായെന്ന് വരില്ല. അപ്പോൾ അതിനൊക്കെ ഉള്ള അതിന് ആകെ മൊത്തം നമ്മുടെ സംവിധാനത്തെ, അതിന് വിദ്യാഭ്യാസ സംവിധാനത്തെയും സാമ്പത്തിക സംവിധാനത്തെയും ഒക്കെ പുനഃക്രമീകരിക്കേണ്ടത്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇടപെടൽ തുടങ്ങിക്കഴിഞ്ഞു പല മേഖലകളിലും. ഒരുപാട് ആൾക്കാരെ തൊഴിലില്ലാത്തതാക്കും, പക്ഷെ പുതിയ തൊഴിലുണ്ടായി വരുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് റാഡിക്കലായിട്ടുള്ള അത്തരത്തിലുള്ള മാറ്റങ്ങൾ സമ്പദ് വ്യവസ്ഥയിലും തൊഴിൽ വ്യവസ്ഥയിലും വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള തയ്യാറെടുപ്പുകൾ കേരളത്തിൽ നടക്കുന്നില്ല. കേരളത്തിലല്ല, എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലും വേണ്ടത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യയിൽ ഇത്രയും കുറവായിരിക്കും. കേരളത്തിനെ പോലത്തെ ഒരു സംസ്ഥാനത്തിന് അതിന് ചുമതലയുണ്ട്. മൊത്തം വരാൻ പോകുന്ന മാറ്റങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ല, നമ്മൾ കുറേ കാലമായിട്ട് വിദേശ തൊഴിലുകളെ ആശ്രയിച്ചിരിക്കുന്നു. ഗൾഫിലെ നമ്മുടെ മൈഗ്രേഷനെ കുറിച്ചൊക്കെയുള്ള പല സ്റ്റഡീസൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും എത്ര കാലത്തേക്ക് ഈ വിദേശ തൊഴിലുകളെ ആശ്രയിക്കാൻ സാധിക്കും? വിദേശ തൊഴിലുകൾ പുതുതായിട്ട് പല ഇപ്പോൾ പണ്ട് സിലോണിലുണ്ടായിരുന്നു, സിംഗപ്പൂരിലുണ്ടായിരുന്നു, അത് കഴിഞ്ഞപ്പോൾ ഗൾഫ് ഒരു പ്രധാനപ്പെട്ട മേഖലയായി വന്നു. ഇതേപോലെ ലോകത്തിൻ്റെ മൊത്തം സ്ഥിതിയിൽ പുതിയ തൊഴിൽ മേഖലകൾ ലോകത്തിൻ്റെ പല ഭാഗത്തും ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ടോ? കേരളീയരായ ആൾക്കാർക്ക് അങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇതടക്കം, അല്ലെങ്കിൽ കേരളത്തിലെ തൊഴിൽ സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നതല്ലാതെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കമുള്ള മേഖലകളിൽ പുതിയ തൊഴിൽ മേഖലകൾ ഉണ്ടാക്കിയെടുക്കുക. നമ്മളിപ്പോൾ നോളജ് സൊസൈറ്റി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊന്നും മൂർത്തമായിട്ടുള്ള സംഗതിയായിട്ട് മാറിയിട്ടില്ല. ചില വർത്തമാനങ്ങളൊക്കെ നോളജ് സൊസൈറ്റി എന്നുള്ള ആ ഡയലോഗ്, ആ ഒരു ചർച്ച വന്നപ്പോൾ അതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. പക്ഷെ വേണ്ടത്ര പഠനങ്ങളും തയ്യാറെടുപ്പുകളും നടക്കുന്നില്ല എനിക്ക് തോന്നുന്നു. ഏതായാലും കുറച്ച് കാലത്തേക്ക് യുവാക്കളുടെ പുറത്തേക്കുള്ള പോക്ക് സംഭവിച്ചുകൊണ്ടേയിരിക്കും. അത് അപകടകരമായ അവസ്ഥയിൽ എത്തുന്നതിന് മുമ്പ് ബദൽ രീതികൾ, ഇപ്പോൾ കേരളത്തിൽ നിന്ന് വലിയ തോതിൽ മൈഗ്രേഷൻ പുറത്തേക്ക് ഉണ്ടായപ്പോൾ ഇത്രയും ആൾക്കാർ കേരളത്തിൽ നിന്ന് വെളിയിൽ പോയാൽ എന്താ സംഭവിക്കാൻ നമ്മൾ സംശയിച്ചിരുന്നു. പക്ഷെ ലോങ് റണ്ണിൽ കേരളത്തിന് ഗുണമേ അത് ചെയ്തിട്ടുള്ളൂ.
കേരളത്തിൻ്റെ പുരോഗതിയെ വലിയ തോതിൽ മൈഗ്രേഷൻ സഹായിച്ചു എന്ന് ഇപ്പോൾ എല്ലാ പഠനങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഈ പുറത്തുപോക്കിനെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണോ വേണ്ടത്, നിയന്ത്രിക്കുകയാണോ വേണ്ടത്, അതോ നിർത്തലാക്കുകയാണോ വേണ്ടത് എന്നതൊക്കെ വിശദമായ പഠനത്തിന് വിഷയമാക്കേണ്ട സംഗതികളാണ്. ആ പഠനമാണ് പ്രധാനം. ഈ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ അല്ലേ എന്നാണ് പലത്തും. ഇപ്പോൾ ഈ മൈഗ്രേഷന് അതിൻ്റെ ലിമിറ്റേഷനുണ്ട്. ഇപ്പോൾ കാനഡ പോലുള്ള രാജ്യങ്ങൾ ചില കാലഘട്ടങ്ങളിൽ വലിയ തോതിൽ മൈഗ്രേഷൻ പ്രോത്സാഹിപ്പിച്ചിരുന്നു. പക്ഷേ ചില സന്ദർഭങ്ങളിൽ അവരവരുടെ പോളിസി മാറ്റും. ഇപ്പോൾ മൈഗ്രേഷൻ്റെ പോളിസിയൊക്കെ എപ്പോഴും മാറാം. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് പകരം മറ്റൊരു രാജ്യത്തേക്ക് പോക്ക് ഒരു സ്ഥിരം പരിപാടിയാക്കാൻ പറ്റുമോ എന്നുള്ളതും പഠന വിഷയമാവേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നത് മൊത്തത്തിൽ ഒരു കൺഫ്യൂഷനാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നിന്നിട്ട് കാര്യമില്ല, പുറത്തേക്ക് പോയ ഗുണമുണ്ടെന്ന് കേൾക്കുന്നു, പോയി നോക്കാം, ഇത്രയും വരെയാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ സ്ഥിരതയുണ്ടെന്ന് ആർക്കും ഉറപ്പൊന്നുമില്ല. ഇവിടത്തെക്കാളും ഭേദമാണ് അവിടെ എന്നൊരു ഊഹത്തിൻ്റെ പുറത്താണ് ഇപ്പോഴത്തെ പോക്ക്. അതിനെ റിവേഴ്സ് ചെയ്യാൻ പല കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഒന്ന്, ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം മെച്ചപ്പെടുത്തേണ്ടി വരും. രണ്ട്, ഇവിടുന്ന് പഠിച്ച് അവിടേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇവിടെ തന്നെ പഠിക്കൽ ഇവിടെ നടത്തിയാൽ മതി, അവിടേക്ക് പോകാം എന്ന തരത്തിലുള്ള സാധ്യതയുണ്ട്. അല്ല, ഇവിടെ കുറച്ച് പഠിച്ചിട്ട് ബാക്കി അവിടെ പഠിക്കുന്നത് നല്ലതാണ് എന്നാവാം. പിന്നെ ഇവിടുത്തെ മൊത്തം തൊഴിലവസരങ്ങൾ കൂട്ടുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാം. സാഹചര്യങ്ങൾ പലതും ഉണ്ടായി വരുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ശ്രമങ്ങൾ പലതും നടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ സ്പീഡ് പോരാൻ തോന്നുന്നു.